നമസ്കാരം. ഒടുവിൽ CPM നേതാക്കൾക്കും സത്യം അങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. CPM നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഇടതിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവ് സുധാകരൻ വരെ പാർട്ടിക്കെതിരെ രംഗത്തെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ എത്രത്തോളം അതം പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴിതാ ഇതേപറ്റി ജിതിൻ കെ ജേക്കബ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ശ്രദ്ധേയമായി മാറുന്നത്. CPM-നെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നതിന്റെ മറ്റൊരു തെളിവാണ് സുധാകരനെ പോലുള്ള ജനകീയ മുഖങ്ങൾക്കെതിരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ. ഇന്നലെ വന്ന കീടങ്ങൾ വരെ സുധാകരനെ പോലുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് എതിരെ വിഷം തുപ്പുകയാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആലപ്പുഴയിലെ BJP-യുടെ മുന്നേറ്റം CPM അണികളുടെ പിന്തുണ കൂടിക്കൊണ്ട് ഉണ്ടായത് തന്നെയാണ്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും നിയന്ത്രണം പകൽ CPM-ഉം രാത്രി താലിബാനികളും ആയവരുടെ കൈകളിലാണെന്ന് ജിതിൻ കെ ജേക്കബ് പറയുന്നു. അതേസമയം കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും CPM ആണ്. കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 25% വരുന്ന ഈഴവ സമുദായമാണ് CPM-ന്റെ അടിത്തറ. എന്നാൽ ആ അടിത്തറയ്ക്കാണ് ഇപ്പോൾ വലിയ ഇളക്കം പറ്റിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ ഏതുവിധേനയും മല കയറ്റിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഹിന്ദുക്കളെ തെരുവിലിറക്കിയവർ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് തെരുവിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പാർട്ടിയിലെ ഹിന്ദുക്കളെ തന്നെ ഉപയോഗിച്ചു. കൂടാതെ മുൻ കനൽത്തരി MP-യുടെ മതപ്രസംഗമെല്ലാം കേട്ട് സഹാക്കളുടെ കണ്ണ് തള്ളിപ്പോയി. എന്നിട്ടും വർഗീയ വിഷം പേറുന്ന കനൽത്തരിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് എന്നത് പരസ്യമായ രഹസ്യവുമാണ്. എന്തായാലും BJP-ക്ക് ആലപ്പുഴയിൽ 3 ലക്ഷം വോട്ട് കിട്ടിയതിന്റെ പിന്നിലെ കാരണം ഇതൊക്കെ തന്നെയാണെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. അതേസമയം KC വേണുഗോപാൽ അല്ലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ BJP ആലപ്പുഴയിൽ വിജയിക്കുക പോലും ചെയ്യുമായിരുന്നു. സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പലതവണ ശ്രമിച്ചുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്ന ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത്. പാർട്ടി അണികൾ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമാണ്. പാർട്ടിയെ ഇനിയും ഇസ്ലാമിസ്റ്റുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താൽ വിപ്ലവ മണ്ണിൽ നിന്ന് പാർട്ടി അധികം വൈകാതെ തന്നെ തുടച്ചു നീക്കപ്പെടും. തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ കാരണം ഇസ്ലാമിക പ്രീണനമാണെന്ന് CPI തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മരുമകനെ അടുത്ത സുൽത്താനാക്കാൻ നോക്കുന്ന കാരണഭൂതന്റെ മുഖത്ത് നോക്കി അത് തുറന്നു പറയാൻ നട്ടെല്ലുള്ള ആരെങ്കിലും CPM-ൽ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും സുധാകരനെ പോലും വളഞ്ഞിട്ടാക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയിൽ വെറും അടിമകളായി ഇനി പ്രവർത്തകർ തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.